ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പുകളിൽ ഇന്ന് വലിയൊരു മാറ്റം ദൃശ്യമാവുകയാണ്. ജനാധിപത്യത്തിന്റെ കാവലാളായി ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ പ്രസ്ഥാനം അതിന്റെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. ആസാമിലെ BJP സർക്കാരിന്റെ മന്ത്രിയായിരുന്ന നന്ദിത ഗർലോസ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നത് കേവലം ഒരു വ്യക്തിയുടെ മാറ്റമല്ല, മറിച്ച് രാജ്യത്തിന്റെ നാളെയെക്കുറിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ തുടക്കമാണ്. ദിമ ഹസോവയുടെ ഉറച്ച ശബ്ദമായിരുന്നു നന്ദിത. സ്വന്തം തത്വങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന സാധാരണക്കാരന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അവർ. അത്തരമൊരു നേതാവിനെ BJP അവഗണിക്കുമ്പോൾ കോൺഗ്രസ് അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് ആ പാർട്ടി ജനപ്രതിനിധികൾക്ക് നൽകുന്ന മൂല്യത്തിന്റെ അടയാളമാണ്. ഹാഫ് ലോങ് മണ്ഡലത്തിൽ നന്ദിത മത്സരിക്കുമ്പോൾ അത് കേവലം ഒരു സീറ്റിലെ പോരാട്ടമല്ല, മറിച്ച് ആസാമിലെ ജനങ്ങളുടെ അവകാശങ്ങൾ വീണ്ടെടുക്കാനുള്ള വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമാണ്. ആസാം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അനുനയ നീക്കങ്ങൾ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ കൈപിടിക്കാൻ നന്ദിത തയ്യാറായെങ്കിൽ അത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോടുള്ള വിശ്വാസമാണ്. ഇത് ആസാമിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ദേശീയ തലത്തിൽ ഇന്ന് BJPയുടെ വിഭജന രാഷ്ട്രീയത്തിൽ മനം മടുത്ത വികസനത്തിന്റെയും മതേതരത്വത്തിന്റെയും പാതയായ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന നേതാക്കളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളെ മറന്നവർക്ക് കാലം കരുതി വെച്ച മറുപടിയാണത്. നന്ദിത ഗർലോസയെ പോലെ തന്നെ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും BJPയുടെ ഉരുക്കുകോട്ടകളിൽ നിന്നും പ്രമുഖ നേതാക്കൾ കോൺഗ്രസിന്റെ കുടക്കീഴിൽ അണിനിരക്കുകയാണ്. കർണാടകയിലെ ജഗദീഷ് ഷൊട്ടറെയും ലക്ഷ്മൺ സവാദിനെയും പോലെ BJPയുടെ അടിത്തറയിളക്കിയ നീക്കങ്ങൾ നാം കണ്ടതാണ്. ബീഹാറിലെയും UPയിലെയും തങ്ങളുടെ ജനകീയ മുഖമായിരുന്ന നേതാക്കൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെയാണ് വിശ്വസിക്കുന്നത്. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ ശബ്ദമുയർത്താൻ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ഈ നേതാക്കൾ തിരിച്ചറിയുന്നു. ഹരിയാനയിൽ ചൗധരി ബീരേന്ദർ സിംഗിനെ പോലെയുള്ള അധികായന്മാർ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയത് ഈ മാറ്റത്തിന്റെ ആക്കം കൂട്ടി. സന്ദീപ് സിംഗ് മുതൽ ചൗധരി ലാൽ സിംഗ് വരെ, രാജസ്ഥാനിലെ രാഹുൽ കസ്വാൻ മുതൽ ബീഹാറിലെ അജയ് നിഷാന്ത് വരെ നീളുന്ന നേതാക്കളുടെ നിര BJPയുടെ പതനത്തിന്റെ തുടക്കമാണ് കുറിക്കുന്നത്. അധികാരം നിലനിർത്താൻ ഏതടവും പയറ്റുന്ന BJPക്ക് എന്ന് സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ അടയ്ക്കാൻ കഴിയുന്നില്ല. കാരണം ജനങ്ങളുടെ വിശ്വാസം ഇന്ന് കോൺഗ്രസിലാണ്. സാധാരണക്കാരന്റെ അന്നവും അഭയവും തൊഴിലും ഉറപ്പാക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് ഇന്ന് ഇന്ത്യൻ ജനത വിശ്വസിക്കുന്നു. ആസാമിൽ ഏപ്രിൽ 9 വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ജനങ്ങൾ ഒരൊറ്റ മനസ്സോടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നന്ദിത ഗർലോസയുടെ കടന്നുവരവ് ആസാമിലെ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. കോൺഗ്രസ് എന്നാൽ അതൊരു വികാരമാണ്, ഇന്ത്യയുടെ നട്ടെല്ലാണ്. ഈ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഓരോ നേതാവും ഓരോ ജനവിഭാഗവും തെളിയിക്കുന്നത് ഒന്നേയുള്ളൂ: കോൺഗ്രസിന്റെ നല്ല നാളുകൾ തിരിച്ചു വരുന്നു. അതോടൊപ്പം ഭാരതത്തിന്റെ ഐശ്വര്യപൂർണ്ണ നാളുകളും. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്കൊപ്പം രാജ്യം അണിചേരുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കാണുന്നത്. മെയ് 4 വോട്ടെണ്ണൽ നടക്കുമ്പോൾ ആസാമിലും ഇന്ത്യയിലൊട്ടയാകും ഉയരാൻ പോകുന്നത് കോൺഗ്രസിന്റെ വിജയഗാഥയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട.